ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെപ്പോലെ വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. കറിയൊക്കെ നമ്മൾ കാണുമ്പം തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായാൽ നമ്മൾ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതേപോലെ നല്ല തിക്ക് ചാറോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് വറവിടുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ഇതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം ഇതാക്കുന്ന 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് അതിലേക്ക് കുറച്ച് കറിവേപ്പില അതേപോലെ മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അതിന് ശേഷം ചിക്കൻ കറി ഞാൻ 2 കയ്യിൽ കറി ഞാൻ ഈ ഒരു ചട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ വറവിടുമ്പം തൂമിച്ച് നമ്മൾ ചട്ടിലേക്കല്ല ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തിക്ക് ചാറും അതേപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതിനെ കൊണ്ട് നല്ലൊരു കളറും കിട്ടും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ഈ ടിപ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും നമുക്കറിയുന്ന ടിപ്സല്ല നമുക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയുക അല്ലേ? അപ്പോൾ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ചിലപ്പോൾ ചടപ്പായിരിക്കും, കുട്ടികൾക്കായാലും വലിയവർക്കായാലും. എന്നാൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാക്കുന്നത് ഞാൻ ക്യാരറ്റും അതേപോലെ ഉള്ളിയും മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കണക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു ചേരുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് റെഡി ആയതിന് ശേഷം ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ, അരമുറി ഉണ്ടാവില്ല, 1/4 മുറി എന്ന് പറയും, തേങ്ങ ഇതിലേക്ക് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഉപ്പുമാവ് കഴിക്കാത്തവരും കഴിക്കും. അടുത്തത് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ അതാക്കുന്ന ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റ് ഇട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. തീ കുറച്ചിക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഓണാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു എന്താ പറയുക ഒറ്റ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി കറിയാണ്. തക്കാളി കറി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഓരോ ടേസ്റ്റും ഇല്ലാത്ത കറിയാണല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ് കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ തക്കാളി വളരെ നൈസായിട്ട് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നാലേ ഈ ഒരു കറി നമുക്ക് വിചാരിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതാക്കണം ഇതേപോലെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വരുന്ന ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് സ്പെഷ്യലാക്കുന്ന ഒരു ഐറ്റംസാണ് ചിക്കൻ മസാല കേട്ടോ. തക്കാളി കറിയിൽ നിങ്ങൾ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ടോ എന്നറിയില്ല ഇതുവരെ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരും അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല. തക്കാളി കറി അങ്ങ് തോന്നുകയില്ല കേട്ടോ. ചോറ് ആയാലും ചപ്പാത്തി ആയാലും നെയ്സ്പത്തിരി ആയാലും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത 4ാമത്തെ ടിപ്പ് എന്താ നോക്കാം. ഒരു സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട്. സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയാം കേട്ടോ. ഇതാക്കണം 1 ടീസ്പൂണ് പത്തിരിപ്പൊടി, 2.5 ടീസ്പൂണ് പുട്ടുപൊടി, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കളറും കൂടി ചേർത്തെടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെള്ളം പോലെ ആവാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു മസാല എണ്ണയിൽ ഒക്കെ ഇറങ്ങിയിട്ട് താഴെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ പുറത്താണെങ്കിൽ വെക്കുക. ഫ്രീസറിലാണെങ്കിൽ 1 മണിക്കൂർ മതി കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, പുട്ടുപൊടിയും പത്തിരിപ്പൊടിയൊക്കെ ചേർത്തതിനെ കൂടെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ചിക്കൻ പൊരിച്ചതാണ്. ഒരു പ്രാവശ്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ എന്താ വെച്ചാൽ പുട്ടുപൊടിയും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മസാല വെള്ളം കൂടി പോകാൻ പാടില്ല. ഒരു ഇത്തിരി വെള്ളം മാത്രം ഒന്ന് കുടഞ്ഞെടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീസറിലോ പുറത്തോ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഇതേപോലെ കണ്ടോ, ഇപ്പോൾ ഒട്ടും നമ്മൾ ഈ എണ്ണയിൽ ഈ ഒരു മസാല പോയിട്ടില്ല. നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഉള്ളു നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് 5ാമത്തെ ടിപ്സാണ്.
നമ്മളെല്ലാവരും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കലുണ്ടല്ലേ, നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാൻ മതിയോ ഞാൻ ഇതാക്കുന്ന എണ്ണയിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാക്കുന്ന ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റിനാണ് കേട്ടോ. അതാക്കുന്ന ഉള്ളി ഇടാൻ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് ഇതായിപ്പോയി കേട്ടോ, കട്ടായിപ്പോയി. പിന്നെ അതാ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളത് വെളുത്തുള്ളി ഇഞ്ചും പച്ചമുളകും പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ നെയ്ച്ചോറ് നല്ലൊരു സ്മെല്ല് നല്ലൊരു ടേസ്റ്റും തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല, ചിലപ്പോൾ അധികം ആൾക്കാരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. എന്നാലും എല്ലാവരും ഉണ്ടാക്കി നോക്കാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇതാക്കുന്ന ഞാൻ അരിയും കൂടെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ നാരങ്ങല്ല, അതിന് പകരം ഞാൻ പച്ചമുളകാണ് ഇട്ടെടുക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പോൾ അതാക്കുന്ന വിസിലടിച്ച് നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലോട് കൂടിയുള്ള സൂപ്പർ ടേസ്റ്റുള്ള നെയ്ച്ചോറാണ്. അപ്പോൾ അതാ പച്ചമുളക് ഞാനിതൊന്ന് എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതേ അടുത്ത 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ചിക്കൻ കറിയിലോട്ടാണ് വന്നിരിക്കുന്നത്. അന്ന് ഞാൻ ചിക്കൻ കറി വെച്ചപ്പോൾ ഇതാക്കുന്ന ഒരു ബൗൾ ചിക്കൻ കറി അതേപോലെ കഷ്ണം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മക്കൾക്കൊക്കെ ഇവിടെ ചിക്കൻ കറി നിർബന്ധമാണ്. അപ്പോൾ എന്താക്കും ഞാൻ വെക്കുകയാണെങ്കിൽ ഇതേപോലെയാണ് ചെയ്യാറ്. അധികം ആൾക്കാർ ഇതേപോലെയൊക്കെ ചെയ്ത് ശീലമുണ്ടാവും. എന്നാലും ഞാൻ ചെയ്യുന്നൊന്ന് കാണിക്കുന്നൊന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന കറി ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒരു അരമുറി തേങ്ങ, അതിലേക്ക് ചെറിയ ഉള്ളി അതേപോലെ ഒരൊറ്റ ഏലക്കായ കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഞാനിതാക്കണം ഇതവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം മക്കൾക്കൊക്കെ ചിക്കൻ കറി നിർബന്ധമുള്ള മക്കൾക്കൊക്കെ ഉള്ളൊരു ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്സാണ്. പിന്നെ സിംഗിളായിട്ടുള്ള ഫാമിലിക്കൊക്കെ യൂസ്ഫുൾ ആവുന്നൊരു ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അതാക്കുന്ന ഞാൻ അരപ്പൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ തലേന്നത്തെ കറിയിലേക്ക് നമ്മൾ ഒരു ഏലക്കായും കൂടെ ഇട്ട് തേങ്ങ അരച്ച് വയ്ക്കണം. നല്ലൊരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റും കറിക്ക്. കാരണം മസാലയൊക്കെ പിടിച്ചിരിക്കുകയാണല്ലോ, നല്ലൊരു ടേസ്റ്റ്. നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കുന്ന പുതിയ കറി ഉണ്ടാക്കിയാൽ പോലെ, പക്ഷേ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിന് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതാക്കണം. കുറച്ച് ഞാൻ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മൾ കറി പഴയ കറീൻ്റെ ആ ഒരു ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഞാൻ കുറച്ച് ചിക്കൻ മസാല കുറച്ച് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറും നല്ലൊരു ഭംഗിയും നമ്മൾ ഇതേപോലെ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ. കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇതിൽ നല്ലത് പുതിയ കറി വെക്കുകയാണെന്നില്ലേ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു പ്രത്യേക ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതാ കുറച്ച് കറി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് നല്ലൊരു എന്താ പറയുക, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നല്ലൊരു അടിപൊളി ചിക്കൻ കറി. രാവിലെ നമ്മളിപ്പോൾ ഇത് രാത്രി കറി എടുത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് പത്തിരിൻ്റെ കൂടെയൊക്കെ മക്കൾക്ക് കൊടുക്കാൻ എന്തായാലും കുറച്ച് കറിയാകുമ്പോൾ നമുക്ക് തികയൂലല്ലോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത 7ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് വീണ്ടും കറിയനാണ് കേട്ടോ. കറിയാണ് കേട്ടോ ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കടലക്കറി എങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെക്കാൻ, നിങ്ങൾ എല്ലാവരും കടലക്കറി വെക്കുന്നതാണ്, എന്നാലും ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ പറയുന്നത്. കുറച്ച് ഉരുളക്കിഴങ്ങും തക്കാളിയും അതേപോലെ വലിയുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും മല്ലിച്ചപ്പും അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഞാൻ ചേർത്തെടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ചേർത്തെടുക്കുന്നത്, പിന്നെ കുറച്ച് മാത്രം മുളക് പൊടി കേട്ടോ. പിന്നെ അതാക്കുന്ന കുറച്ച് ബീഫ് മസാല ആണ് കേട്ടോ ചേർത്തെടുക്കുക. ബീഫ് മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കൻ മസാല ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ, ബീഫ് മസാല ഇല്ലെങ്കിൽ. പക്ഷേ ബീഫാണ് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. പിന്നെ അതിന് ശേഷം കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് എരിവിന്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് ഇട്ടിട്ട് നിങ്ങൾ കടല ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നല്ല അടിപൊളി ടേസ്റ്റിനാണ് കേട്ടോ. ബീഫ് മസാലയും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ല തിക്കായിട്ടുള്ള കറി തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അത് അടച്ച് വെച്ചിട്ട് വിസിലടിച്ച് വരാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കടലക്കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെറിയുള്ളിയും അതേപോലെ കറിവേപ്പിലയും കടുകും മല്ലിച്ചപ്പൊക്കെ ഇട്ടൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. എല്ലാ ദിവസവും നമ്മൾ കടലക്കറി ഒരേപോലെ തന്നെ ട്രൈ ചെയ്യാതെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് കേട്ടോ. ആ കുരുമുളകിൻ്റെ കുത്തൽ മാത്രമല്ലാതെ വയ്ക്കാൻ ഒരല്പം കുരുമുളകും അതേപോലെ കുറച്ച് മുളക് പൊടിയും ചേർക്കണം, അതിനാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ടിപ്സുകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല ടിപ്സുകളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബൈ ബൈ.